തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാ പറഞ്ഞ് തുടങ്ങാം. ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരു 10, 30, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളുകൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കും? ബുഖാരി ഹായ്. എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കും? ഇസ്ലാം എന്ന് പറഞ്ഞാല് കുറച്ച് കൊമ്പും തുമ്പിക്കൈയും ഒക്കെയുള്ള മതമാണല്ലോ. പെട്ടെന്ന് മതവികാരങ്ങൾ വ്രണപ്പെടും. അവരുടെ മതവികാരം വ്രണപ്പെട്ടാൽ നമുക്ക് തടി കേടാവും. കുടുംബത്തിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒഴുക്കിനൊപ്പിച്ച് നീന്താം. ഇന്നാണ് ഒഴുക്കിനെതിരെ എങ്ങനെ നീന്താം എന്ന് ജനങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. ഇന്ന് ആളുകൾക്ക് മനസ്സിലായി, ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ പൊതുജീവിതത്തിൽ ഒരിടത്തും മതം ആവശ്യമേയില്ല. എന്തിനാണ് മതം? എവിടെയാണ് മതം? വിവാഹം കഴിക്കാൻ നോക്കുമ്പോൾ മതം വേണം. സംവരണ കോളത്തിൽ എഴുതാൻ ഒരു മതം വേണം. അല്ലാതെ നമ്മുടെ ഈ പൊതുജീവിതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു മതത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഈ ഓടുന്നത്. എൻ്റെ മതം മാത്രം എന്തോ വലിയ സംഭവമാണ്, എൻ്റെ മതം മാത്രമാണ് വലുത്, മറ്റുള്ളവരുടെ മതങ്ങളൊന്നും ശരിയല്ല എന്ന രൂപത്തിൽ എന്നാണോ മുസ്ലിങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്, അതോടെ അവർക്ക് പണി കിട്ടി എന്ന് പറഞ്ഞാൽ മാത്രം മതി. കാരണം അന്നത്തെ കാലത്ത് റെനി ഹായ്, രാജു ഹലോ. അപ്പൊ അന്നത്തെ കാലത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെട്ടിരുന്ന ആളുകൾ പോലും മറ്റു മതങ്ങൾക്കെതിരെ പറയാൻ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. സുനിത താങ്ക് യു. സൺറൈസ് ശരി. വർഗീയവാദമാണെന്ന് തോന്നുന്നോ? ശരി, നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾ കേൾക്കണ്ട. വർഗീയവാദികളായിട്ടുള്ള മുസ്ലിം പുരോഹിതന്മാരുണ്ട്. ലക്ഷണമൊത്ത വർഗീയതകൾ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും വർഗീയത പഠിപ്പിച്ച ഒരു നേതാവിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇന്റർനെറ്റ് വന്നതോടുകൂടി ഇസ്ലാം പണി കിട്ടി ഇസ്ലാമിന്. ശരിയാണ് സൺറൈസ്, വളരെ ശരിയാണ്. സ്കൂൾ ടൈം ഇനിയും അവർക്ക് മാറ്റണം. കാരണം അവർക്ക് നമസ്കരിക്കണമല്ലോ. 5 നേരം നമസ്കരിക്കാനുള്ള ടൈം ഇവർക്ക് ശരിയായി കിട്ടണ്ടേ? മുമ്പത്തെ പോലെയല്ല ഇന്ന് ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കാൻ പാടില്ല? മറ്റു മതങ്ങളെ പോലെ തന്നെയേ ഉള്ളൂ ഇസ്ലാമും. ഇസ്ലാമാണെങ്കിലും മുസ്ലിം ആണെങ്കിലും മറ്റു മതസ്ഥരിൽ നിന്നും പ്രത്യേകതയൊന്നുമില്ല. ഇത് ജനാധിപത്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് വിമർശിക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇസ്ലാം മത വിമർശനം ഒന്ന് കേട്ടു നോക്ക്. എന്തിനാ ഭയപ്പെടുന്നത് ഇസ്ലാമിനെ പറയാൻ? നബി സ്വന്തം കൈകൾ കൊണ്ട് 300-ൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത്. ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം മാത്രമല്ലോ, പല വിഭാഗമുണ്ട്. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അയോധ്യക്കെതിരാണ്, അവർ കാശിക്കെതിരാണ്. നമ്മുടെ പൂർവികന്മാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളിൽ ഇസ്ലാം എന്താണ് എന്ന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അവരിൽ അധികം ആളുകൾക്കും തുറന്ന് പുറത്തു പറയാൻ പറ്റാത്തത് ചില കെട്ടുപാടുകളിൽ പെട്ടുകിടക്കുകയാണ് അവര്. ഇന്ന് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിന് പലതും തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ സഭാ നേതൃത്വം ഒരു വലിയ വിഷയമാണ്. രവി ഹായ്, ഒരു വലിയ വിഷയമാണ്. അനില വന്നോ? ഹായ് അനില. അതായത് നേതൃത്വം ഇനി എന്തു പറയും? നമ്മൾ സമൂഹത്തിൽ വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയില്ലേ? അതുകൊണ്ട് തൽക്കാലം പറയണ്ട. അങ്ങനെ വിമർശിക്കാൻ ഭയപ്പെട്ടു മാറി നിന്നിരുന്ന ആളുകൾ, ടിപ്പു സുൽത്താൻ ആരായിരുന്നെന്നും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരായിരുന്നെന്നും
മുഗൾ ചക്രവർത്തിമാർ ഇവിടെ വാരി വിതറിയിട്ടുള്ള മതേതരത്വം എന്താണെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദു സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നതിനു വേണ്ടി ഒരു ഹിറ്റ് സ്ക്വാഡ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് തുറന്നു പറയാൻ ഇന്ന് ഹൈന്ദവ നേതാക്കന്മാർക്ക് യാതൊരു ഭയവുമില്ല. ഭയക്കേണ്ട കാര്യമില്ലെന്നേ. ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം മുസ്ലിമിന് ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത്. അത് കാശിയിലാണേലും മധുരയിലാണേലും അയോധ്യയിലാണെങ്കിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഒന്ന്, സമ്പത്ത് കൊള്ളയടിക്കുക. രണ്ട്, മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക. അപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിന്റെ മേലെ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമായിട്ട്, ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പവിത്രമായി കണക്കാക്കുന്ന ഈ സങ്കേതങ്ങളിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് മേലെ മസ്ജിദിന്റെ ഡോം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പൊ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണെങ്കിൽ ഈദ്ഗാഹാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ഈദ്ഗാഹിന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം നിൽക്കുകയാണ്. ഇത്രയും 500 വർഷമായിട്ട്, ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 500 വർഷമായിട്ട് ഹിന്ദു സമൂഹം എത്ര ക്ഷമയോടുകൂടിയാണ് ഇത് സഹിച്ചത്. AD 360 സ്ഥാപിതമായ തുർക്കിയിലെ പള്ളി, ക്രിസ്ത്യൻ പള്ളി ഹാഗിയ സോഫിയ AD 360 സ്ഥാപിച്ചാണ്. എത്രയോ വർഷമായി അവർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു ഹാദിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഹാദിയ സോഫിയ മസ്ജിദാക്കി മാറ്റി നമ്മുടെ കൺമുന്നിൽ. ഇത് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഈ പറയുന്ന മതേതരത്വമൊന്നും ഇസ്ലാം മതമൗലികവാദികൾക്ക് ബാധകമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മൗലികവാദ മതമാണ്. അതില് ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എവിടെയും ഉറച്ച് പറയാൻ തയ്യാറാണ്. കാരണം ഹാദിയ സോഫിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിച്ച് എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു കേരളത്തിൽ? ഇവിടെ ഏറ്റവും വലിയ മതേതരത്വം പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഹാദിയ സോഫിയയുടെ കാര്യത്തിൽ ഇത് പറയുന്ന സമയത്ത് തന്നെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വാസം ഇപ്പോൾ പുറത്തു വരുന്നു. ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനത ഭാരതത്തിൽ വളർന്നു വരികയാണ്. ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യം ഇത് പറയുമ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ കൂടി പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. മഹാകുംഭമേള നടന്നു പ്രയാഗ്രാജിൽ, UP-യിൽ. ആ സമയത്ത് എത്രയോ മുസ്ലിങ്ങൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞു, ഒരുപാട് മുസ്ലിങ്ങൾ സനാതന ധർമ്മം സ്വീകരിക്കാനും ഇസ്ലാം മതം ഉപേക്ഷിക്കാനും മഹാകുംഭമേള തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് റിസ്വിയെ പോലെയുള്ള ആളുകൾ UP യോഗിക്ക് കത്തെഴുതി കുംഭമേള നടത്തരുത്. കാരണം ഞങ്ങളുടെ മതം തകർന്നു പോകും, ഞങ്ങൾക്കിനി നിലനിൽപ്പില്ലാതെയാകും. എന്നിട്ട് എന്ത് പറഞ്ഞാലും ശരി മഹാകുംഭമേള നടത്താൻ യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം നിർബന്ധിതരായതോടെ ഇവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഇവരെന്ത് നയം സ്വീകരിച്ചെന്നറിയാമോ? ഞങ്ങൾക്കും അവിടെ സ്റ്റാളുകൾ ഇടണം. കാരണം കോടിക്കണക്കിന് ജനങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണല്ലോ, ഞങ്ങളും ബിസിനസ് ചെയ്തിട്ട് 4 ചക്രം ഉണ്ടാക്കട്ടെ എന്ന്. ആ പരിപ്പ് ഇവിടെ വേവിക്കണ്ട എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥ് അടിച്ചോടിക്കുകയാണ് ചെയ്തത് ഈ വിഭാഗത്തെ. കച്ചവട താല്പര്യമാണിവർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ അമ്പലങ്ങളൊക്കെ പിടിച്ചെടുത്ത്, ചർച്ചുകളൊക്കെ പിടിച്ചെടുത്ത് ഇവർ മസ്ജിദുകളാക്കി മാറ്റിയത്, ഇവർ ഈദ്ഗാഹുകളാക്കി മാറ്റിയതിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, സാമ്പത്തിക മേൽക്കോയ്മയാണെങ്കിൽ 2, ഇവരുടെ 6-ാം നൂറ്റാണ്ടിലെ മതം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ് ഇവിടെ നടന്നത്. ഇത്